പെട്ടെന്ന്. നമസ്കാരം. കൊച്ചിന്ന് വിട്ടിട്ട് 3 മണിക്കൂർ ആയില്ലല്ലോ അജയൻ സാറേ. സമ്മതിക്കുന്നു ചേട്ടാ. ഇടയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഒരു ബ്ലോക്ക്, അതില്ലായിരുന്നേ 2.5 സൂക്ഷ്മം. നല്ല വണ്ടിയാ. വലിവെങ്ങനെയാ? സ്റ്റൈലും പുള്ളിങ്ങാ, പക്ഷെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. മൈലേജ് എന്നാ കിട്ടും? ഓ എന്തോന്ന് മൈലേജേ? എന്റെ സാമൂലി ഇതൊക്കെ ആരാ നോക്കുന്നത്? മൈലേജ് മണ്ണാകട്ടെ. ഇതായിരുന്നു സെറ്റെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോരായിരുന്നു. ഞാൻ ഡയറക്ടറോട് ചോദിച്ചതാ, പക്ഷെ പുള്ളിക്കാരൻ മനസ്സിൽ ഈ സ്ഥലം കണ്ടുപോയിന്ന്. സംവിധായം മനസ്സിൽ കാണുന്ന പ്രൊഡ്യൂസർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമസ്കാരം ചേട്ടാ. ഡയറക്ടർ സാർ, ഇതെന്തോന്ന് തൊപ്പി? സെറ്റപ്പ് ഒക്കെ മാറിപ്പോയി. ഇവനാ ക്യാമറാമാൻ. ഇൻഡിപെൻഡന്റ് എടുത്താ പതിയോ? വർമ്മ സാർ നമസ്കാരം. ഒന്ന് വന്നേ. മണമ്പള്ളി തമ്പുരാൻ ആരാ കുറച്ച് കൂടിയോ? ആരാ മേക്കപ്പ്? നമ്മുടെ ശിവൻ ചേട്ടാ. ചുമ്മാതല്ല, ഇവന്മാർക്ക് പന്ന സിംഗുമായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. മാർക്കറ്റിൽ എന്തോരം നല്ല മെറ്റീരിയൽസ് കിട്ടാനുണ്ട്. വേറെ കണ്ണിന്റെ താഴത്തെ അഷയുടെ അല്പം കുറയ്ക്കണം. ആളിന്റെ ഒരു ക്രൂരത അതാണ് മുഖത്തുണ്ടാവേണ്ടത്. ഇതൊരുമാതിരി. ഹലോ സർ. അനിത നമ്മുടെ ഹീറോയിൻ. I know. She looks quite different and very pretty. Thank you sir. By the way, I've seen your movie. Of course, I didn't like it, but you did a good job. Which movie sir? That one with Prabhu. Oh, കാർട്ടൂണിൽ വരും ഗീതം. ആരാ ഇതിന്റെയൊക്കെ പേരോർത്ത് വെക്കുന്നത്? മൂർത്തി എങ്ങനുണ്ട്? ഗുഡ് സർ. ഇപ്പൊ കറക്റ്റ് കുഞ്ഞുണ്ണി. അല്ല, ക്ലൈമാക്സിലെ ശാരദയുടെ ക്യാരക്ടർ അച്ഛന്റെ ക്യാരക്ടറിനെ കൊല്ലാന്ന് പറഞ്ഞാൽ ഹീറോയിസം പോവില്ലേ നരേന്ദ്ര? അയ്യോ അങ്ങനെയല്ല, കൊല്ലുന്നത് കുഞ്ഞുണ്ണി തന്നെയാണ്. പക്ഷെ ശാരദ കത്തി ചോദിച്ചു വാങ്ങാണ്. ആത്മഹത്യയിൽ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ജീവിതം കൽത്തുറുങ്കി തീർക്കാൻ ഒരു അവസരം എനിക്ക് തരൂന്നും പറഞ്ഞു. അതൊന്നുകൂടി ആലോചിക്കണം. ആരാ ശാരദയുടെ ക്യാരക്ടർ ചെയ്യുന്നത്? അത് മാത്രമല്ലേ ഇനി ഫിക്സ് ആവാനുള്ളൂ. ഈ സീനിൽ ഈ ഡ്രസ്സ് തന്നെ അല്ലേ? അതെ. മൂർത്തി മീശയുടെ പീരിയഡ് ഒന്ന് ശ്രദ്ധിച്ചോണേ. അല്ല, നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന സീനിൽ ശാരദ ഇല്ലേ? വൈറ്റിലെ നമ്മുടെ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി നോക്കിയിരുന്നല്ലോ, അതെന്തോ ആയി? അതിനിടയിൽ ആരോ പറഞ്ഞു കാക്കനാട് 5 ഏക്കർ സ്ഥലം വാങ്ങിയെന്ന്. നോക്കണേ. കുഴപ്പമാണ്. കാര്യം അറിഞ്ഞാൽ സംഗതി പ്രശ്നമാകും. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരമായ കച്ചവടമായിരിക്കും റിയൽ എസ്റ്റേറ്റ്. കാക്കനാട് ഒരു കാട് പ്രദേശമല്ലേ? അതിപ്പോ അതങ്ങ് മാറും. കൊച്ചി വളർന്ന എങ്ങോട്ടാടോ? കായലിലേക്കോ? കാക്കനാട് നല്ല ഉറപ്പുള്ള മണ്ണാ. ഇനി അങ്ങോട്ടാ ഭാവിയിൽ ഡെവലപ്മെന്റ്. നരേന്ദ്ര, താൻ പറഞ്ഞില്ല ആരാ ശാരദയുടെ ക്യാരക്ടർ ചെയ്യുന്നത്? അത് പലരെയും ട്രൈ ചെയ്തിരുന്നു. ഇമേജ് പ്രോബ്ലം പറഞ്ഞ് മാറി. ചേട്ടന്റെ ഹീറോയിൻ വേറെയാണെന്ന് കേൾക്കുമ്പോൾ പലർക്കും ബാക്കി കഥ കേൾക്കണ്ട. എന്നിട്ട് ഇപ്പൊ ആരാ ചെയ്യുന്നത്? മാളവിക.